കേദാർകാന്ത ട്രെക്കിങ്ങിന് പോയപ്പോൾ ഞങ്ങളുടെ കൂടെ അവസാന നിമിഷം വരെ നടന്ന കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. ഈ നായ്ക്കൾ ആദ്യമായി കാണുന്ന ഡോഗ്സാണ്. അവരാരും ഉപദ്രവിച്ചില്ല. ഞാൻ അവരുടെ കൂടെ ഐസിൽ കുത്തിമറിഞ്ഞു, കളിച്ചു, കെട്ടിപ്പിടിച്ചു. ഒരു മുരളൽ പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. മഞ്ഞ് മൂടിയ മലനിരകളിലൂടെയും കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെയും വഴുക്കുന്ന പാറകളിലൂടെയും അപകടകരമായി ഇടുങ്ങിയ പാതകളിലൂടെയും ഒക്കെ അവർ ഞങ്ങളെ അനുഗമിച്ചു. ആരും അവരെ വിളിച്ചില്ല, ആരും നിർബന്ധിച്ചുമില്ല. ഞങ്ങൾ അവർക്ക് ഒന്നും ഓഫർ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. എന്നിട്ട് ഓരോ വളവിലും അവർ ഞങ്ങളെ കാത്തിരുന്നു, പിന്നിലായവർ നോക്കിയിരുന്നു. എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവർ വീണ്ടും മുന്നോട്ട് നടന്നത്. ആ നിമിഷങ്ങളിൽ എനിക്ക് ഒരേയൊരു ചിന്ത മാത്രമാണ് മനസ്സിലൂടെ പോയത്. എന്തുകൊണ്ടാണ് ഈ ജീവികളെ, ഇത്രയും പാവപ്പെട്ട ജീവികളെ മനുഷ്യർ ഇത്രയും തെറ്റിദ്ധരിക്കുന്നത്? പ്രകൃതി മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ വരദാനങ്ങളിലൊന്നാണ് നായകൾ. സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹം ഇരട്ടിയായി തിരികെ നൽകുന്ന ഒരു ജീവി. വിശ്വസിച്ചാൽ ആ ഒരു വിശ്വാസം ഒരിക്കലും തകർക്കാത്ത കൂട്ടുകാർ. നിങ്ങളവരോട് ഒരു ദിവസം കരുണ കാണിച്ചാൽ, ഒന്ന് തലോടിയാൽ അവർ ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഓർക്കും. മഴയായാലും മഞ്ഞാണെങ്കിലും കനത്ത ചൂടായാലും ഇരുണ്ട രാത്രിയായാലും സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും ദുരിതത്തിലായാലും നമ്മളെ ഉപേക്ഷിക്കാത്ത, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരേയൊരു ജീവിയാണ് നായ. അവർക്ക് നമ്മളിൽ നിന്ന് വേണ്ടത് ഒരു കാര്യം മാത്രമാണ്. അതായത് ഒരല്പം സ്നേഹവും ഭക്ഷണവും, ജീവിക്കാൻ ഒരു ചെറിയൊരു സ്ഥലവും, അത്രമാത്രം. പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നറിയാമോ? ഇത്രയും വിശ്വസ്തരായ ഈ ജീവികളെയാണ് നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, കല്ലെറിയുന്നത്, വടികൊണ്ട് അടിക്കുന്നത്, വിഷം കൊടുത്ത് കൊല്ലുന്നത്. വാഹനം ഇടിച്ച് എങ്ങാനും പരിക്കേറ്റ് കിടന്നാൽ തിരിഞ്ഞു പോലും നോക്കാതെ നമ്മൾ പോകും. ഒരു നായ ജനിക്കുമ്പോൾ അക്രമകാരിയായിട്ട് ജനിക്കുന്നില്ല. വിശപ്പും ഭയവും മനുഷ്യരുടെ ക്രൂരതയും തെറ്റായ ഇടപെടലും ഇതൊക്കെയല്ലേ അവരുടെ പെരുമാറ്റത്തെ മാറ്റുന്നത്. അതുകൊണ്ട് പ്രശ്നത്തിൻ്റെ കാരണം നായ്ക്കളല്ല, നമ്മൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ ശ്രമിക്കാത്തതാണ്, ആവശ്യമില്ലാത്ത പേടിയാണ്. തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് ക്രൂരതയല്ല, കൊലപാതകവുമല്ല, ശാസ്ത്രീയമായിട്ടുള്ള വന്ധീകരണം മാത്രമാണ്. ഉത്തരവാദിത്വമായിട്ടുള്ള ഒരു വളർത്തൽ രീതികളാണ്. ആളുകൾ സ്വന്തം വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമപ്രകാരം പ്രവർത്തിക്കുക. അപ്പോഴാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേപോലെ സുരക്ഷിതമായ ഒരു ഇടം, ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുക. കേദാർകാന്തയിലെ ഈ യാത്ര എനിക്ക് മനോഹരമായ മഞ്ഞുമലകളും അത്ഭുതകരമായ കാഴ്ചകളും മാത്രമല്ല സമ്മാനിച്ചത്, വിശ്വസ്തതയുടെ യഥാർത്ഥ അർത്ഥം കൂടി പഠിപ്പിച്ചു.